മഹാഭാരതത്തിന്റെ ഇതിഹാസ കഥയിൽ നിരവധി യോദ്ധാക്കൾ അവരുടെ വീര്യം കൊണ്ട് വേറിട്ടു നിന്നു. രാജരക്തത്താൽ ജനിച്ചെങ്കിലും വിധിയാൽ ശപിക്കപ്പെട്ട കർണന്റെ ജീവിതം ത്യാഗത്തിന്റെയും വിശ്വസ്തതയുടെയും വഴങ്ങാത്ത ശക്തിയുടെയും കഥയായിരുന്നു. സൂര്യദേവൻ കുന്തിക്ക് നൽകിയ ദിവ്യമായ അനുഗ്രഹത്തിൽ നിന്നാണ് കർണൻ ജനിച്ചത്. ഒരു യുവകന്യകയായിരിക്കെ കുന്തി ദുർവാസ മുനിയിൽ നിന്ന് ഈ വരം സ്വീകരിച്ചു. ഏതെങ്കിലും ദേവനെ വിളിച്ച് ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ അവളെ അനുവദിച്ചു. ജിജ്ഞാസ നിമിത്തം അവൾ സൂര്യനെ വിളിച്ചു. ദിവ്യ കവചവും കമ്മലുമായി ജനിച്ച കർണൻ എന്ന പുത്രനെ അനുഗ്രഹിച്ചു. അവനെ അജയനാക്കി. എന്നിരുന്നാലും സമൂഹത്തിന്റെ നാണക്കേട് ഭയന്ന് കുന്തി നവജാത ശിശുവിനെ ഒരു കൊട്ടയിൽ ഉപേക്ഷിച്ച് നദിയിലൊഴുക്കി. ഹസ്തിനപുരയിലെ രാജകൊട്ടാരത്തിലെ സാരഥിയായ അതിരഥനും ഭാര്യ രാധയും ചേർന്നാണ് കർണനെ വഹിക്കുന്ന കൊട്ട കണ്ടെത്തിയത്. അവന്റെ രാജവംശത്തെക്കുറിച്ച് അറിയാതെ അവർ അവനെ തങ്ങളുടേതായി വളർത്തി. ഒരു യോദ്ധാവിന്റെ കഴിവുകളോടെയാണ് കർണൻ വളർന്നത്. പക്ഷേ തന്റെ താഴ്ന്ന ജാതിയുടെ പേരിൽ നിരന്തരം അവഹേളിക്കപ്പെട്ടു. സമാനതകളില്ലാത്ത കഴിവുകളുണ്ടായിട്ടും കർണന്റെ താഴ്ന്ന ജന്മം കാരണം രാജകീയ ആചാര്യന്മാർ വിദ്യാഭ്യാസം നിഷേധിച്ചു. നിശ്ചയദാർഢ്യത്തോടെ ബ്രാഹ്മണനെ പോലെ പരിശീലിക്കാനായി പരശുരാമൻ എന്ന മഹർഷിയിൽ നിന്നും കർണൻ യുദ്ധകലയിൽ പ്രാവീണ്യം നേടി. അക്കാലത്തെ ഏറ്റവും മികച്ച വില്ലാളികളിൽ ഒരാളായി. എന്നിരുന്നാലും പരശുരാമൻ യഥാർത്ഥത്തിൽ കർണൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കർണൻ തന്റെ കഴിവുകൾ ഏറ്റവും ആവശ്യമുള്ളപ്പോൾ മറക്കുമെന്ന് പ്രഖ്യാപിച്ച് അവനെ ശപിച്ചു. ഹസ്തിനപുരയിൽ നടന്ന ഒരു അയോധന മത്സരത്തിൽ പങ്കെടുത്തതോടെയാണ് കർണന്റെ ജീവിതം വഴിത്തിരിവായത്. താഴ്ന്ന പദവി കാരണം അർജുനനോട് മത്സരിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടപ്പോൾ കൗരവ രാജാവായ ദുര്യോധനൻ ഇടപെട്ട് അദ്ദേഹത്തെ അംഗരാജാവായി കിരീടമണിയിച്ചു. ഈ കാരുണ്യ പ്രവർത്തനത്തിന് നന്ദിയുള്ള കർണൻ ദുര്യോധനനോടുള്ള അചഞ്ചലമായ വിശ്വസ്തത സത്യം ചെയ്ത് അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും മിത്രവുമായി. കുരുക്ഷേത്ര യുദ്ധം ആസന്നമായപ്പോൾ കൃഷ്ണൻ കർണനെ സമീപിച്ചു. കുന്തിയുടെ മൂത്ത പുത്രനെന്ന തന്റെ യഥാർത്ഥ വ്യക്തിത്വം വെളിപ്പെടുത്തി അവനെ പാണ്ഡവരുടെ ശരിയായ അവകാശിയാക്കി. ഈ വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നിട്ടും കർണൻ ദുര്യോധനനോട് വിശ്വസ്തനായി തുടരാൻ തീരുമാനിച്ചു. അവൻ തന്റെ സുഹൃത്തിനോട് എല്ലാം കടപ്പെട്ടിരിക്കുന്നുവെന്ന് വിശ്വസിച്ചു. പാണ്ഡവരോടൊപ്പം ചേരാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് കുന്തി അവനെ സമീപിച്ചപ്പോഴും ഒരിക്കലും ദുര്യോധനനെ ഒറ്റിക്കൊടുക്കില്ലെന്ന തീരുമാനത്തിൽ കർണൻ ഉറച്ചുനിന്നു. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ കർണൻ പാണ്ഡവരുടെ വീര്യത്തിനു നേരെ പിടിച്ചു നിന്ന് ധീരമായി പോരാടി. എന്നിരുന്നാലും വിധി അവന് എതിരായിരുന്നു. അർജുനനുമായുള്ള ദ്വന്ദ്വയുദ്ധത്തിനിടെ അവന്റെ രഥചക്രം നിലത്തു വീണു. അവനെ ദുർബലനാക്കി. ബലഹീനതയുടെ ആ നിമിഷത്തിൽ തന്റെ സ്വർഗീയ ആയുധങ്ങൾ പ്രയോഗിക്കാൻ ആവശ്യമായ മന്ത്രങ്ങൾ ഓർക്കാൻ അവൻ പാടുപെട്ടു. പരശുരാമന്റെ ശാപം പഥ്യമായി. യുദ്ധനിയമങ്ങൾ ഉണ്ടായിരുന്നിട്ടും കൃഷ്ണന്റെ നിർബന്ധത്തിന് വഴങ്ങി അർജുനൻ മാരകമായ അസ്ത്രം ഉപയോഗിച്ചു. കർണന്റെ ജീവിതം അവസാനിച്ചു. കഠിനമായ വിധികൾ നേരിടുമ്പോഴും തന്റെ തത്വങ്ങളിൽ ഉറച്ചുനിന്ന ഒരു മനുഷ്യൻ. ധർമ്മത്തിന്റെ സങ്കീർണതകളുടെയും വിധിയുടെ ഒഴിച്ചുകൂടാനാവാത്ത ശക്തിയുടെയും ഉജ്ജ്വലമായ ഓർമ്മപ്പെടുത്തലായി അദ്ദേഹത്തിന്റെ കഥ പ്രവർത്തിച്ചു. പുരാണങ്ങളിൽ നിന്നുള്ള കൂടുതൽ ഇതിഹാസ കഥകൾക്കായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.